ഇന്നലെ മീഡിയ വണ്ണിൽ വന്ന ന്യൂസാണ്. T20 ലോകകപ്പിലെ മിന്നും പ്രകടനത്തിന് ശേഷം ഇൻസ്റ്റ ഫോളോവേഴ്സിൽ കുതിച്ച് കയറിയിരിക്കുന്നു മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. മലയാളികളുടെ പ്രിയ താരം ദുൽഖർ സൽമാനെയും പിന്നിലാക്കിയാണ് സഞ്ജു ടോപ്പ് ഓർഡറിലേക്ക് എത്തിയിരിക്കുന്നത്. സമൂർ നൈസാൻ ചേരുന്നതിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് സമൂർ. അതായത് പുള്ളി ഈ ലോകകപ്പ് കളിക്കുന്നതിന് മുന്നേ 14 മില്യൺ അങ്ങോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 14.9 അത്രയും കണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പണ്ട് തൊട്ടേ പുള്ളിയെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ ഈ ലോകകപ്പ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഫോളോവേഴ്സ് കുറച്ച് ഇൻക്രീസ് ആയി. ഈ പറഞ്ഞതുപോലെ 17 മില്യണായി. അതായത് DQനെയൊക്കെ കടത്തി വിട്ടിയെന്നാണ് ന്യൂസുകാർ പറയുന്നത്. സോ വാട്ട് അതിനിപ്പോൾ എന്താ? അതിനേക്കാൾ വലിയ അച്ചീവ്മെന്റ് നേടിയിട്ടാണ് പുള്ളി നാട്ടിൽ വന്നേക്കുന്നത്. 17 മില്യൺ. ഓ വാവ്, മൈ ഗാഡ്, ഗുഡ്നസ്. സോ വാട്ട്? ദുൽഖർ സൽമാനെ പോലും കടത്തി വിട്ടിട്ടാണ് പുള്ളി മുന്നിലോട്ട് വന്നേക്കുന്നതെന്ന്. അല്ല, അതായത് വലിയ അച്ചീവ്മെന്റ് പോലെ അല്ലെങ്കിൽ വലിയ അംഗീകാരം പോലെയാണ് ഈ ന്യൂസുകാർ വന്നിരുന്ന് പറയുന്നത്. സോ വാട്ട്? ഈ ഫോളോവേഴ്സിനെ കൊണ്ട് എന്ത് നേടാനാണ്? എന്ത് പ്രയോജനമാണ് ഈ ഫോളോവേഴ്സിനെ കൊണ്ട്? ഒരു പ്രയോജനവും ഇല്ല. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഓൺലൈനിൽ വന്നിരുന്ന മുണ്ടൂരി കാണിക്കുന്ന പെണ്ണുങ്ങൾക്കും മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നവന്മാർക്കും ഇതേപോലെ ഫോളോവേഴ്സ് ഉണ്ട്. എന്താണ് ഡിഫറൻസ്? ആരോനോ വലിയ എന്തോ അച്ചീവ്മെന്റ് പോലെയാണ് പറയുന്നത്. അയ്യോ മൈ ഗാഡ്. ഇപ്പോൾ ദുൽഖർ സൽമാനെ പോലും പിന്നിലാക്കിക്കൊണ്ട് സഞ്ജു സാംസൺ മുന്നിലോട്ട് വന്നേക്കുന്നു. 17 മില്യൺ ഫോളോവേഴ്സ്. സോ വാട്ട്? ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു ന്യൂസ് ചാനലിൽ പറയാൻ ഉള്ളൊരു എനിക്കറിഞ്ഞൂടെ ഇവനെ.